നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യരെ ബാധിക്കുന്ന രോഗങ്ങളിൽ വെച്ച് ലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷം ഏറ്റവും കൂടുതൽ മരണം ഉറപ്പാക്കുന്ന രോഗങ്ങളിലൊന്നാണ് പേവിഷബാധ അഥവാ റാബിസ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും മാരകമായ രോഗം എന്ന് വിശേഷിപ്പിക്കുന്നു, അഥവാ ഡെഡ്ലിയസ്റ്റ് ഡിസീസ്. പേവിഷബാധ വൈറസ് തലച്ചോറിനെ ബാധിക്കുകയും രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുകയും ചെയ്താൽ ചികിത്സകൾ നൽകിയാൽ പോലും മരണനിരക്ക് ഏകദേശം 100%. രോഗം സ്ഥിരീകരിച്ചാൽ മരണം മിക്കവാറും ഉറപ്പാണ് എന്നതാണ് ഇതിൻ്റെ ഭീകരത. നായയുടെയോ മറ്റ് മൃഗങ്ങളുടെയോ കടിയേറ്റ ഉടനെ എടുക്കുന്ന പേവിഷബാധ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെപ്പുകളുമാണ് അഥവാ PEP ആണ് രോഗം വരുന്നത് തടയുവാനുള്ള ഏക വഴി. എന്നാൽ ലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷം ചികിത്സയിലൂടെ രക്ഷപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ആദ്യത്തെ വ്യക്തിയാണ് ജീന ഗീസ്. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ച ജീനയ്ക്ക് ഡോക്ടർമാർ പരീക്ഷിച്ച ഒരു ചികിത്സാ രീതിയാണ് മിൽവാക്കി പ്രോട്ടോകോൾ. രോഗിയെ കോമയിലാക്കി തലച്ചോറിന്റെ പ്രവർത്തനം കുറയ്ക്കുക, ഇതിലൂടെ വൈറസിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുകയും അതിനിടയിൽ രോഗപ്രതിരോധ ശേഷിക്ക് വൈറസിനെതിരെ പോരാടുവാനുള്ള സമയം നൽകുകയും ചെയ്യുക. കൂടാതെ ശക്തമായ ആന്റിവൈറൽ മരുന്നുകളും നൽകി. ജീന ഗീസ് രക്ഷപ്പെട്ടതിന് ശേഷം മിൽവാക്കി പ്രോട്ടോകോൾ മറ്റ് രോഗങ്ങളിലും പരീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ രീതി പരീക്ഷിച്ച മിക്കവാറും എല്ലാ രോഗികളും മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനാൽ ഈ ചികിത്സാ രീതിക്ക് വിശ്വസനീയമായ ഒരു വിജയശതമാനമില്ല എന്നും ജീനയുടെ അതിജീവനം ഒരു അപൂർവമായ യാദൃശ്ചികതയാണ് എന്നും ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. 2004 വിസ്കോൺസിനിലെ ഒരു പള്ളിയിൽ വെച്ച് ജീനയ്ക്ക് ഒരു വവ്വാലിൽ നിന്ന് കടിയേറ്റു. എന്നാൽ അവർ ഉടനെ തന്നെ ചികിത്സ തേടിയില്ല. 3-4 ആഴ്ചകൾക്ക് ശേഷം പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു. മരണസാധ്യത ഏറെക്കുറെ 100%, ഡോക്ടർമാർ വിധിയെഴുതി. എന്നിരുന്നിട്ടും ഡോക്ടർമാർ മിൽവാക്കി പ്രോട്ടോകോൾ എന്ന പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സ നൽകുവാനായി തീരുമാനിച്ചു. 75 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ജീന രോഗമുക്തിയായി പുറത്തു വന്നു. അതിജീവനത്തിന് ശേഷം അവർക്ക് നടക്കുവാനും സംസാരിക്കുവാനും വായിക്കുവാനും വരെ പഠിക്കേണ്ടി വന്നു. അവർ കോളേജിൽ നിന്നും ബിരുദം നേടുകയും വിവാഹിതയാകുകയും 2 കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷം വാക്സിൻ എടുക്കാതെ രക്ഷപ്പെട്ട ഏക വ്യക്തി എന്ന നിലയിൽ ജീന ഗീസ് ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ നേടി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.